അർജന്റീനൻ സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിനിടെ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം മത്സരം പൂർത്തിയാക്കാതെ കളം വിട്ടിരുന്നു. ഇപ്പോൾ ഇതാ നിലവിൽ അദ്ദേഹത്തിന്റെ സഹതാരം ജൂലിയൻ ഗ്രസൽ പറയുന്നത് മെസ്സിയുടെ പരിക്ക് ഗുരുതരമാണ്. അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ മത്സരങ്ങളൊന്നുമല്ല ഇന്റർ മയാമിക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങാതിരിക്കാൻ കഴിയുക. കാരണം കൂടുതൽ മത്സരം നഷ്ടമാകും. 1.5 മുതൽ 2 മാസം വരെ ലയണൽ മെസ്സിക്ക് വിശ്രമം വേണ്ടിവരുമെന്നാണ് നിലവിൽ അദ്ദേഹത്തിന്റെ സഹതാരം ഗ്രസൽ അറിയിക്കുന്നത്. നമുക്കറിയാം കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനലിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ആ മത്സരം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന വാർത്തയാണ് മെസ്സിക്ക് പെട്ടെന്നുള്ള മെസ്സിയുടെ ഒരു തിരിച്ചുവരവ് എന്തായാലും സാധ്യമല്ല. നിലവിൽ അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ്. നിലവിൽ അദ്ദേഹം നടക്കാൻ തന്നെ ബുദ്ധിമുട്ടേറിയാണ്, അല്ലെങ്കിൽ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് മെസ്സിക്ക്. എന്തായാലും പെട്ടെന്നൊരു തിരിച്ചുവരവ് എന്തായാലും മെസ്സി ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാത്രമായിരിക്കില്ല ഇന്റർ മയാമിക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് മിസ്സാവുക. 1.5 മുതൽ 2 മാസം വരെ അദ്ദേഹത്തിന് വിശ്രമം വേണ്ടിവരും. പെട്ടെന്നുള്ള തിരിച്ചുവരവ് നടക്കില്ല. മെസ്സിയുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹതാരം ഗ്രസൽ അറിയിക്കുന്നത്. എന്തായാലും സൂപ്പർ താരത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്റർ മയാമി ആരാധകരൊക്കെ. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിരുന്നു അർജന്റീന. ലയണൽ മെസ്സിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ കൂടുതൽ തകർപ്പൻ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഇന്റർ മയാമിക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഈ ഒരു സീസണിന്റെ തുടക്കത്തിലൊക്കെ. എന്തായാലും ലയണൽ മെസ്സിക്ക് പെട്ടെന്ന് തിരിച്ചുവരവ് സാധ്യമല്ല എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇന്റർ മയാമി ആരാധകരൊക്കെ വളരെ പ്രതീക്ഷയിൽ അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ് ലയണൽ മെസ്സി എന്ന് കളത്തിലിറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്റർ മയാമി ആരാധകരൊക്കെ.